അമ്മയ്ക്ക് താലി നഷ്ടപ്പെട്ടതിന് പകരമായി അദ്ദേഹം ഒരു പൂജിച്ച ചരട് അമ്മയ്ക്ക് നൽകുകയും ചെയ്തു. പകരം എന്താ നമ്മൾ അദ്ദേഹത്തിന് കൊടുക്കുക? സാധാരണ ഇവിടെ നിവേദ്യച്ചോറ് ബാക്കി വരാറ് പതിവില്ല. ഇന്നെന്തോ നിങ്ങൾ ഇവിടെ എത്തുമെന്ന് ദേവി മുൻകൂട്ടി അറിഞ്ഞതുകൊണ്ടാവും ദേവിയുടെ കാരുണ്യത്തിൽ കുറച്ച് ചോറ് ബാക്കി വന്നു. വിഭവങ്ങളൊക്കെ കുറവാണ്, എന്നാലും തൽക്കാലത്തേക്കുള്ള വിശപ്പ് മാറുമല്ലോ. ഇതാ പിടിച്ചോളൂ. തിരുമേനിക്ക് എന്തെങ്കിലും ദക്ഷിണ തരേണ്ടതാ. പക്ഷെ ഇപ്പൊ എന്റെ കയ്യില് നിങ്ങൾ ഇന്ന് എന്നോട് കാണിച്ച ഈ സ്നേഹവും ബഹുമാനവുമാണ് ഇന്ന് എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ ദക്ഷിണ. നിങ്ങളുടെ അവസ്ഥ ശരിക്കും അറിയാവുന്നത് കൊണ്ടല്ലേ നിങ്ങളെ ഞാൻ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയത്. നിങ്ങളുടെ കയ്യിൽ പണമില്ല എന്ന് ഊഹിക്കാനുള്ള സാമാന്യ ബുദ്ധി എനിക്കുണ്ടല്ലോ. നിങ്ങളിപ്പോ അതിനെക്കുറിച്ചൊന്നും ആലോചിച്ച് വിഷമിക്കണ്ട. ഇവിടെ നിങ്ങൾ ദേവിയുടെ തണലിലാണ്. നിങ്ങൾക്കിവിടെ ഒരു ഉപദ്രവവും ഉണ്ടാവില്ല. സമാധാനമായിരുന്നോളൂ. ഞാൻ വീട്ടിലേക്ക് പോവുക. ഇവിടെ സെക്യൂരിറ്റി ഉണ്ട്. സമാധാനമായി കിടന്നുറങ്ങിക്കോളൂ. നമുക്ക് കഴിക്കാം അമ്മേ. കഴിക്കമ്മേ. രാവിലെ മുതൽ ഒന്നും കഴിച്ചില്ലല്ലോ. അമ്മ കഴിക്കേ. വിഷമിക്കല്ലേ അമ്മ. അമ്മ കരഞ്ഞ എനിക്കും വിഷമാവും. കിടക്കാൻ പോലും ഒരു സ്ഥലം ഇല്ലാതിരുന്ന നമുക്ക് ദേവി ഇവിടെ ഒരു സ്ഥലം തന്നിരിക്കുക. ആ ദേവിയുടെ മുന്നിൽ നമ്മൾ ഇരിക്കുന്ന. ദേവിയുടെ നൈവേദ്യ ചോറുണ്ടുമ്പോ കരയാൻ പാടില്ല. കരഞ്ഞ ദേവിക്ക് ഇഷ്ടപ്പെടില്ല. പറഞ്ഞേക്കാം. നമ്മള് കരയാൻ പാടില്ലമ്മേ. നമ്മള് കരഞ്ഞ വേറെ പലരും ജയിക്കും.